നമസ്കാരം. ഇന്നത്തെ നാടുകാണി ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റോമിൽ നടന്ന ഇന്റർ പാർലമെന്റ് അസംബ്ലി ഓൺ ഓർത്തഡോക്സിയുടെ 24ാമത് വാർഷിക ജനറൽ അസംബ്ലിയിൽ മുൻ MLA ജോസഫ് പുതുശ്ശേരി പങ്കെടുത്തു. ഇറ്റാലിയൻ പാർലമെന്റിലാണ് സമ്മേളനം നടന്നത്. സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ പുതുശ്ശേരി ഫ്രാൻസിസ് മാർപ്പാപ്പയും സന്ദർശിച്ചു. 1993 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം യൂറോപ്പിന്റെ പൊതുവായ സാംസ്കാരിക സത്വമായി ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഗ്രീക്ക് പാർലമെന്റ് ആസ്ഥാനമായി രൂപീകരിച്ച ഇന്റർ പാർലമെന്റ് അസംബ്ലി ഓൺ ഓർത്തഡോക്സിയുടെ ജനറൽ അസംബ്ലിയിലാണ് മുൻ MLA ജോസഫ് പുതുശ്ശേരി പങ്കെടുത്തത്. 30ഓളം അംഗരാജ്യങ്ങളിൽ നിന്ന് ഔദ്യോഗിക പാർലമെന്ററി അംഗങ്ങളും അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുമുള്ള MPമാരുമാണ് അസംബ്ലിയിൽ പുതുശ്ശേരിയോടൊപ്പം പങ്കെടുത്തത്. ഇന്ത്യയിലെ മികച്ച രാഷ്ട്രീയ നേതാവെന്ന നിലയിലാണ് പുതുശ്ശേരിയെ ജനറൽ അസംബ്ലിയിലേക്ക് ക്ഷണിച്ചത്. ഈ യാത്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ വത്തിക്കാനിൽ വെച്ച് കാണാൻ കഴിഞ്ഞതാണ് ഈ യാത്രയുടെ സവിശേഷത. റോമിലെത്തിയ പുതുശ്ശേരിക്ക് മാർപ്പാപ്പയെ കാണാൻ നേരത്തെ അനുമതി ലഭിച്ചിരുന്നു. മല്ലപ്പള്ളി സ്വദേശിയായ പരിശുദ്ധ കർദിനാൾ ക്ലിമ്മീസ് തിരുമേനിയാണ് ഇതിനുള്ള അവസരം പുതുശ്ശേരിക്ക് ഒരുക്കിയത്. മാർപ്പാപ്പയുടെ അടുത്തെത്തിയ പുതുശ്ശേരിയെ ക്ലിമ്മീസ് തിരുമേനി പരിചയപ്പെടുത്തി. ബോൺ ജോർണോ എന്ന ഇറ്റാലിയൻ ഭാഷയിൽ ഗുഡ് മോർണിംഗ് എന്ന അഭിവാദ്യം ചെയ്താണ് മാർപ്പാപ്പ പുതുശ്ശേരിയെ സ്വീകരിച്ചത്. IT at കല്ലൂപ്പാറ ഓൾ സ്കൂൾസ് എന്ന പദ്ധതിയെക്കുറിച്ച് ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ പുസ്തകവും പുതുശ്ശേരി മാർപ്പാപ്പയ്ക്ക് കൂടിക്കാഴ്ചയിൽ സമർപ്പിച്ചു. അങ്ങ് ഇന്ത്യയിൽ വന്ന് തങ്ങളെ അനുഗ്രഹിക്കണമെന്നും പുതുശ്ശേരി മാർപ്പാപ്പയോടെ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടാണ് മടങ്ങിയത്. ഇറ്റാലിയൻ പാർലമെന്റിൽ വെച്ച് നടന്ന ഇന്റർ പാർലമെന്ററി അസംബ്ലി ഓൺ ഓർത്തഡോക്സിയുടെ 24ാമത് വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാനാണ് റോമിൽ പോയത്. കഴിഞ്ഞ 4 വർഷങ്ങളിലായി വിവിധ രാജ്യങ്ങളിൽ വെച്ച് നടന്ന IAയുടെ വാർഷിക ജനറൽ അസംബ്ലിയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ സവിശേഷത ഈ വാർഷിക ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് വത്തിക്കാനിൽ വെച്ച് വന്ദ്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി ഞാനതിനെ കാണുകയാണ്. മുൻകൂട്ടി അനുമതി ലഭിച്ചിരുന്നു കാണുന്നതിന് വേണ്ടി. അതിനനുസരിച്ചാണ് വത്തിക്കാനിൽ അദ്ദേഹത്തെ കാണാനുള്ള അവസരമുണ്ടായത്. കേരളത്തിൽ നിന്നുള്ള അഭിവന്ദനായ കർദിനാൾ ക്ലീമീസ് തിരുമേനി അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പരിചയപ്പെടുത്തി. അതിനുശേഷം അദ്ദേഹവുമായി സംസാരിക്കാനുള്ള ഒരവസരം ലഭിച്ചു. ആ അവസരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായി ഞാൻ കരുതുകയാണ്.